നമുക്ക് ഇനിയൊരു മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങൾ നമ്മൾ പരിചയപ്പെടുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു ഇടമാണ്. തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയതിനു ശേഷം എനിക്ക് തോന്നുന്നു മറ്റു മണ്ഡലങ്ങൾ 39 സീറ്റാണ്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ പ്രശാന്ത് കിഷോറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ പറയുന്നത് ദക്ഷിണേന്ത്യയിലെ UP ആണ് BJP യെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് എന്നുള്ളത്. ആ രീതിയിൽ അവർ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് അറിയാം. ഇതാണ് തമിഴ്നാടിന്റെ കഥ. ക്ലീൻ സ്വീപ്പ്. ഇന്ത്യ മുന്നണി ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. 39-ൽ 39 നേടാവുന്ന ഒരു സെനാരിയോ. 36 മുതൽ 39 വരെ സീറ്റുകൾ എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ 39 സീറ്റ് നേടാം. പരമാവധി NDAക്ക് 2 സീറ്റാണ് കിട്ടുക. 0 മുതൽ 2 വരെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും 0 മുതൽ 2 വരെ. 0 മുതൽ 2 വരെ. അതെ. അതായത് ഇന്ത്യ മുന്നണിയുടെ ഒരു ക്ലീൻ സ്വീപ്പിന് ഒരുങ്ങുകയാണ് തമിഴ്നാട്. ഇപ്പോ അവിടെ ഒരു കാര്യം, അവിടെ DMK ആണ് ഈ മുന്നണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി. ആ DMK ചെയ്ത പല കാര്യങ്ങളും നോക്കൂ. കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ സീറ്റ് എടുത്തിട്ട് DMK മത്സരിക്കുന്നു. CPM ഒരുപക്ഷെ കുറച്ചുകൂടെ നല്ല സീറ്റ് കൊടുക്കുന്നു. ഈ രീതിയിൽ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യുന്ന ഒരു കക്ഷിയായി DMK മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ ബോംബെയിൽ രാഹുൽ ഗാന്ധിയെ ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ തന്നെ DMK എത്രമാത്രം കാര്യമായിട്ടാണ് ഇത് കാണുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ CPM-ന്റെ കോയമ്പത്തൂർ സീറ്റ് എടുക്കുന്നു. കോയമ്പത്തൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കുറച്ച് നേട്ടമുണ്ടാക്കുന്ന നില വരുമ്പോൾ DMK ആ സീറ്റ് എടുത്തിട്ട് ഡിണ്ടിഗൽ CPM-ന് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സീറ്റിൽ പോലും തോൽവി ഉണ്ടാവരുത് എന്ന നിശ്ചയദാർഢ്യം സ്റ്റാലിനുണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുന്നതിന്റെ സൂചനയാണ്. താരതമ്യേന ദുർബലരായ ഘടകകക്ഷികളെ കുറെ കൂടി ശക്തരാക്കുക, എന്നിട്ട് ശക്തരായ പാർട്ടിയായ DMK-യോട് മത്സരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ ക്ലീൻ സ്വീപ്പ് എന്നാണ് P. മാർക്കിന്റെ ഈ ഒപ്പീനിയൻ പോൾ. അത് വലിയ ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല.